ഇറാനിലെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് 400 കിലോഗ്രാം യുറേനിയം അപ്രത്യക്ഷമായതായി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ഈ യുറേനിയം ഏകദേശം 10ഓളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്കവിധം 60% സമ്പുഷ്ടീകരിച്ചതാണ്. US വൈസ് പ്രസിഡന്റ് JD വാൻസ് ABC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട് ഇറാൻ ഈ യുറേനിയം സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയതായി സൂചിപ്പിച്ചു. JD വാൻസ് പറയുന്നത് ഇങ്ങനെയാണ്: ഇറാൻ ആണവായുധ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് കടുത്ത പ്രത്യാഘാതങ്ങൾക്ക് വഴിവെക്കും. ഞങ്ങളുടെ യുദ്ധം ഇറാനിലെ ജനങ്ങളോടല്ല, മറിച്ച് അവരുടെ ആണവായുധ പദ്ധതികൾക്കെതിരെയാണ്. ഇറാൻ ഭാവിയിൽ ആണവായുധ നിർമ്മാണം തുടരുകയാണെങ്കിൽ അമേരിക്കൻ സൈന്യത്തിൻ്റെ ശക്തി അവർക്ക് വീണ്ടും അനുഭവിച്ചറിയേണ്ടി വരും. ന്യൂയോർക്ക് ടൈംസിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇസ്രായേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുറേനിയത്തിന് പുറമെ ആണവ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില ഉപകരണങ്ങളും ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അമേരിക്കയുടെ ആക്രമണത്തിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർദോ ആണവ കേന്ദ്രത്തിന് സമീപം 16ഓളം ട്രക്കുകളുടെ നീണ്ട നിര വ്യക്തമായി ദൃശ്യമാണ്. എന്നാൽ ഈ യുറേനിയവും ഉപകരണങ്ങളും എവിടേക്കാണ് മാറ്റിയതെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇവ മാറ്റിയതാകാമെന്നാണ് USഉം ഇസ്രായേലും സംശയിക്കുന്നത്. ഈ സംഭവങ്ങൾ ഇറാൻ്റെ ആണവ പദ്ധതികളെക്കുറിച്ചുള്ള ആഗോള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. 400 കിലോഗ്രാം യുറേനിയത്തിൻ്റെ അപ്രതീക്ഷിത ഉപകരണങ്ങളുടെ രഹസ്യ സ്ഥാനമാറ്റം, അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സൈനിക നടപടികൾ ഇവയെല്ലാം മേഖലയിൽ പുതിയ രാഷ്ട്രീയ സൈനിക പിരിമുറുക്കങ്ങൾക്ക് വഴിവെക്കുകയാണ്. Waytonikah.com, the exclusive Muslim matrimonial site.